ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇന്നൊരു കാറ്ററിംഗ് വീഡിയോ ആണ് കേട്ടോ. കാറ്ററിംഗ് വീഡിയോ കാണുന്നത് ഒരുപാട് കൂട്ടുകാർക്ക് ഇഷ്ടമാണല്ലോ. അപ്പോൾ നമുക്ക് കാറ്ററിംഗ് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇന്ന് ഒരു 6 കിലോ അല്ല 40 ആൾക്കുള്ള ബിരിയാണി ഉണ്ടാക്കാനുള്ള ഓർഡർ ആട്ടോ കിട്ടിയിരിക്കണത്. അപ്പോൾ ഞാൻ 6 കിലോ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. 6 കിലോ അരി 6 കിലോ ചിക്കനുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചിക്കൻ ഇറച്ചിയായിട്ട് 6 കിലോ വേണം. അപ്പോൾ ചിക്കനൊക്കെ ഞാൻ കഴുകി റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ തൂവലൊക്കെ ഉണ്ടായിന് കേട്ടോ. അപ്പോൾ തൂവലൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ പുറത്ത് തന്നെ കൊണ്ടുവന്നിട്ട് പിന്നെ വലിയ ചെമ്പിൽ കുറച്ച് അധികമൊക്കെ ഉണ്ടാകുമ്പോൾ വലിയ ചെമ്പിൽ ഇട്ടുകൊണ്ട് ഇതേപോലെ കഴുകുമ്പോൾ പെട്ടെന്ന് തന്നെ വൃത്തിയായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ എനിക്ക് അധികം സമയം പോകുക അങ്ങനെ കേട്ടോ ഈ ചിക്കൻ കഴുകാൻ. അപ്പോൾ അതിൻ്റെ തൂവലും കാര്യങ്ങളൊക്കെ നോക്കിയൊക്കെ വൃത്തിയാക്കി കഴുകി ഓട്ടപാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്, വെള്ളമൊക്കെ ചോരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് അകത്തേക്ക് കൊണ്ടുപോവാം, ഇല്ലെങ്കിൽ ഇവിടെ വെക്കാൻ പറ്റില്ല, കാക്കച്ചികളുണ്ടാവും. അങ്ങനെ ചിക്കനൊക്കെ കഴുകി അകത്ത് കൊണ്ടുപോയി വെച്ച് പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ഒക്കെ കൂടെ വീഡിയോ എടുക്കുമ്പോഴേ സമയം പോണതേ അറിയില്ല. പിന്നെ പുറത്തേക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ അറിയാമല്ലോ, ആ സമയത്തിന് തന്നെ കറക്റ്റ് സമയത്തിന് തന്നെ ആവണം എന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ നോക്കണം. അപ്പോൾ ഞങ്ങളെ ബ്രേക്ക്ഫാസ്റ്റ് സൈക്കിളൊക്കെ കഴിഞ്ഞാണ് കേട്ടോ. കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഇതിനൊക്കെ നിൽക്കുന്നത്. അപ്പോൾ സവാളയൊക്കെ ഞാൻ അതിൻ്റെ അടിയിൽ തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടേനി. അതൊന്ന് 2 പീസാക്കി കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിന് കേട്ടോ. അത് വല്ലാതെ കണ്ണ് നീർന്ന സവാളയാണ്. ചില സവാളൊക്കെ അങ്ങനെയാണല്ലോ, കണ്ണ് നല്ലോണം നീറ്റലുണ്ടാവും. അപ്പോൾ അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചാൽ ആ ഒരു കുഴപ്പമുണ്ടാവില്ല. പിന്നെ സ്ലൈസർമ വെച്ചാണ്ട് സവാളയൊക്കെ സ്ലൈസ് ചെയ്ത് കൊടുത്തു. പിന്നെ തക്കാളി അതേപോലെ തന്നെ മല്ലിയില പുതിനയിലൊക്കെ കട്ട് ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചു. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതച്ച് അതും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നാരങ്ങ നീര് റെഡിയാക്കണം, അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ അതേപോലെ ബിരിയാണി മസാല കഴിഞ്ഞാണ്. അപ്പോൾ അതും ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഒക്കെ റെഡിയാക്കിയിട്ടാണ് കുക്ക് ചെയ്യാൻ നിന്നാൽ എളുപ്പം ആയിക്കോളും ഒക്കെ. അപ്പം ഇനി ഞാൻ ബിരിയാണി മസാല പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ 10 ഗ്രാം വീതം വാങ്ങിച്ചേക്കാണ്. ഈ ജാതിക്ക, ജാതിപത്രി, സാജീരകം, തക്കോലം അങ്ങനെയുള്ളതൊക്കെ 10 ഗ്രാം വീതം വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ ബേ ലീഫ്, അതേപോലെ ഏലക്കായ, കറാമ്പൂ, പട്ട അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മളെ വീട്ടിലുണ്ടായിന്. അതൊക്കെ നമ്മൾ വാക്കാക്കൂ അങ്ങനെ കൊടുത്തയക്കുമ്പോഴേ ഇവിടെ വീട്ടിലുണ്ടാവും. ഞാൻ അങ്ങനെ പുറത്തുനിന്ന് വാങ്ങിക്കലില്ല, ഏലക്കായും കറാമ്പൂവും പട്ടയൊന്നും. ബേ ലീഫ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കേട്ടോ. അപ്പോൾ അതൊക്കെ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിനി. അപ്പോൾ ഇല്ലാത്തതൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിനി. ഇല്ലാത്തത് തന്നെ കേട്ടോ, ജാതിക്ക, ജാതിപത്രി, സാജീരകം, തക്കോലം അങ്ങനെയുള്ളതൊക്കെ കേട്ടോ. അപ്പോൾ അതൊക്കെ 10 ഗ്രാം വീതം വാങ്ങിച്ചാൽ മതി. എന്നിട്ട് ഇതൊക്കെ കൂടെ കൂട്ടിയിട്ട് അങ്ങോട്ട് പൊടിച്ചെടുക്കുകയാണെങ്കിൽ ചൂടാക്കണമെങ്കിൽ ഒന്ന് ചൂടാക്കുകയും ചെയ്യാം. ഞാൻ അപ്പോൾ ഇത് ചൂടാക്കിയിട്ടൊന്നുമില്ല കേട്ടോ, അങ്ങനെ തണുത്തിട്ടൊന്നുമില്ല. നമ്മൾ വെള്ളമൊക്കെ അടുപ്പത്ത് വെക്കുമ്പോൾ അതിൻ്റെ മേലുള്ള അടപ്പുണ്ടല്ലോ, ആ അടപ്പുമ്പോൾ വെച്ചാലും മതി, എന്നാലും അത് ചൂടായി കിട്ടും. വറുക്കണം എന്നൊന്നുമില്ല കേട്ടോ. വറുക്കുകയാണെങ്കിൽ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം വറുക്കാൻ, അല്ലെങ്കിൽ ഈ ചെറുതായിട്ട് കരിച്ചിലൊക്കെ വന്നാലേ അപ്പോൾ നമ്മൾ ബിരിയാണി മസാലയ്ക്ക് ആ ഒരു ടേസ്റ്റ്, ആ കരിഞ്ഞ ടേസ്റ്റൊക്കെ വരും. അപ്പോൾ വറുക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ചിട്ട് വറുക്കുക, അല്ലെങ്കിൽ ഒന്നും ഇങ്ങോട്ട് ചൂടാക്കിയിട്ട് അങ്ങനെ പൊടിച്ചെടുത്താലും മതി. അങ്ങനെ മരുന്നൊക്കെ പൊടിച്ചെടുത്തു. പിന്നെ വന്നിട്ട് വേഗം അടുപ്പൊക്കെ കത്തിച്ച് നമ്മളെ ബിരിയാണി ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് സൺഫ്ലവർ ഓയിലാട്ടോ ഒന്ന് ഒഴിച്ചു കൊടുത്തത്, വെളിച്ചെണ്ണയല്ല. അത് നമ്മൾ യൂസ് ചെയ്യുന്ന ഓയിൽ എടുക്കാം കേട്ടോ, വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവറോ എന്തായാലും കുഴപ്പമില്ല. പിന്നെ വെളിച്ചെണ്ണയാണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ്. അപ്പോൾ സവാളയൊക്കെ ഇട്ട് ഞാൻ വഴറ്റിയെടുക്കണുണ്ട്. പിന്നെ കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കണുണ്ട്. പിന്നെ ഈ 6 കിലോ ബിരിയാണിക്ക് സവാള ഞാൻ എടുത്ത കണക്ക് പറയുകയാണെങ്കിൽ 3 കിലോ സവാള ആയിട്ട് ഞാൻ വാങ്ങിച്ചിരുന്നത്. അതിന് കുറച്ച് ഞാൻ തൈരിന് എടുത്തിട്ടുണ്ടായിരുന്നു, ബാക്കിയുള്ളതൊക്കെ ഇതിൽ എടുത്തിട്ടുണ്ട്. നല്ല മസാലയൊക്കെ അത്യാവശ്യം ഉണ്ടാവുള്ളൂ. പിന്നെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഈ സവാള നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്യാതെയാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പം ചിക്കൻ ഫ്രൈ ചെയ്യാതെ ബിരിയാണി ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഫ്രൈ ചെയ്യാതെ അങ്ങനെ പച്ചക്ക് ദമ്മിടുമ്പോൾ അത് വേറൊരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ ഫ്രൈ ചെയ്യാതെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ ചിക്കൻ ഇങ്ങനെ ഉടയും, നല്ലോണം വെന്തിട്ട് ദമ്മൊക്കെ കയറുമ്പോൾ ഉടയും, അല്ലാത്ത പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ സവാളയൊക്കെ വഴന്ന് വന്നതിന് ശേഷം അതിലേക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ചതച്ചതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ 200 ഗ്രാം വീതം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ എപ്പോഴും പറയലുണ്ടല്ലോ, വെളുത്തുള്ളി എടുക്കുമ്പോൾ കുറച്ച് അധികം എടുക്കണം, ഇഞ്ചി കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല.
വെളുത്തുള്ളിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കണം. പിന്നെ പച്ചമുളകും അതേപോലെ നമ്മൾ എരിവിനനുസരിച്ചിട്ടൊക്കെ ചേർത്ത് കൊടുക്കുക. പച്ചമുളകിൻ്റെ എരിവ് തന്നെയാണ് നമ്മളെ ബിരിയാണീൻ്റെ മസാലയ്ക്ക് ഉണ്ടാവുക കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് വേറെ മുളക് പൊടിയൊന്നും നമ്മൾ ചേർക്കണില്ല. പിന്നെ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കും, അത് കുറച്ച് ചേർക്കുള്ളൂ. പിന്നെ അതേപോലെ തക്കാളിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ തക്കാളിയും കൂടെ ഒന്ന് വെന്തുടഞ്ഞ് വരട്ടെ. എന്നിട്ട് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. മസാലപ്പൊടികൾ സാധാരണ ഞാൻ ചേർക്കൽ പെരുംജീരകം പൊടിച്ചതും ബിരിയാണി മസാലയും പിന്നെ അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, അത്ര പൊടികളാട്ടോ ചേർക്കൽ. പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടിയൊക്കെ ചേർക്കലുണ്ട് മസാലയ്ക്ക് ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നിപ്പോൾ ഞാൻ കാശ്മീരി മുളക് പൊടി ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ, ഇതന്നെ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നല്ല ചൂടാട്ടോ, ചെമ്പ് അതിൻ്റെ അടുത്ത് നിൽക്കാൻ കഴിയൂല. അപ്പോൾ ഏതായാലും വിട്ടുന്നാണ്ട് നല്ലോണം ഇളക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ മസാലപ്പൊടികളൊക്കെ മൂത്ത് വന്നപ്പോൾ പിന്നിലേക്ക് തൈര് ചേർത്ത് കൊടുത്തു, അതേപോലെ നാരങ്ങ നീര് ചേർത്ത് കൊടുത്തു. തൈര് ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ടായിന്, പിന്നെ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കും, എന്നിട്ട് പിന്നെ ഉപ്പും പുളിയൊക്കെ ചെക്ക് ചെയ്തിട്ട് പിന്നെ ഇല്ല തോന്നുകയാണെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കും. അങ്ങനെയൊക്കെ കേട്ടോ ചെയ്യാറ്. ആദ്യം തന്നെ ഒന്നായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കലില്ല. ഒന്നായിട്ട് ഇട്ട് കൊടുത്താൽ എന്താ അറിയോ, ഏറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കുറവാണെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാമല്ലോ. അങ്ങനെ മസാലയൊക്കെ മൂത്ത് വന്നപ്പോൾ പിന്നെ ചിക്കനും ഇട്ട് ഇളക്കി മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയൊക്കെ കൂടെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കും. ചിക്കൻ ഉടയും കേട്ടോ, അപ്പോൾ കുറേ നേരം അടുപ്പത്ത് വെക്കാനും പറ്റില്ല. പിന്നെ ദമ്മിൽ കടന്നിട്ട് വെന്താൽ മതി. ഞാൻ പിന്നെ മല്ലിയിലും പുതിനയിലും കട്ട് ചെയ്തത് ഇടാൻ മറന്നിട്ടുണ്ടേനി. സവാളയൊക്കെ വഴറ്റിയെടുക്കണ ആ ഒരു സമയത്ത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ മറന്നേനി കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തു. ഇത് നമ്മളിന്ന് ഉണ്ടാക്കുന്ന ഫുഡ് പഞ്ചായത്തേക്കാണ് കേട്ടോ. പഞ്ചായത്തിൽ എന്തോ ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ കുടുംബശ്രീൻ്റെ ഓഫീസിൽ നിന്ന് എനിക്ക് ഓർഡർ തന്നതേന് കേട്ടോ. ഒരു പറഞ്ഞതാണ്. പിന്നെ നമ്മളെ CDSഉം MEC ഒക്കെ നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞേന് കേട്ടോ, നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കി തരുമോ ചോദിച്ചതേനി. അപ്പോൾ അങ്ങനെ അവിടേക്കുള്ള ഫുഡാണിത്. അപ്പോൾ മസാലയൊക്കെ റെഡിയാക്കി അത് അടുപ്പത്തു നിന്ന് വാങ്ങി വെച്ച് പിന്നെ വെള്ളം തിളപ്പിച്ച് ഊറ്റിയിട്ടാട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ വെള്ളം ഞാൻ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെമ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചെമ്പൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിക്ക് മല്ലിയിലയും പുതിനയിലൊക്കെ കട്ട് ചെയ്തതും അതേപോലെ ഏലക്ക, കറാമ്പൂ, പട്ട അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കുറേശ്ശെ ഇട്ട് കൊടുത്തിക്കണം കേട്ടോ, ആ വെള്ളത്തിന് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഉപ്പിട്ട് കൊടുത്തു, കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി അതിക്കുള്ള സവാളയും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്ത് കോരണമല്ലോ. അപ്പോൾ അവിടെ ഒരു ചെറിയ കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് RKG നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലിട്ടിട്ട് സവാള പൊരിച്ച് കോരിയെടുക്കുകയാണ്. ഇതൊക്കെ ആക്കി വെച്ചിട്ടുള്ളൂ കേട്ടോ. ഞാൻ അരി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ എന്താ അറിയോ അരി വേഗം വേറും. അപ്പോൾ പിന്നെ നമ്മൾ ഒറ്റക്കും കൂടെ ആകുമ്പോഴേ ഒക്കെ കൂടെ അങ്ങോട്ട് റെഡിയായി കിട്ടൂല. പിന്നെ പറഞ്ഞാൽ പുറത്തേക്ക് കൊടുക്കാനുള്ള ഫുഡല്ലേ, അപ്പോൾ ശ്രദ്ധ നല്ലോണം കൊടുക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ പൈസ വാങ്ങുമ്പം അതിനനുസരിച്ചിട്ട് ഫുഡും ടേസ്റ്റിൽ ഉണ്ടാക്കി കൊടുക്കണ്ടേ. പിന്നെ അരി ഇപ്പോൾ ഞാൻ ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ് കേട്ടോ കൊടുക്കാറ്. നല്ല അരിയാണ് അത് ബിരിയാണി ഉണ്ടാക്കാൻ. ഇനിയിപ്പോൾ തിളപ്പിച്ച് ഊറ്റിയിട്ട് ഉണ്ടാക്കുകയാണെങ്കിലും അതേപോലെ വറ്റിച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിലും ഒന്നും കുഴപ്പമില്ല. അപ്പോൾ സവാളയൊക്കെ മൂത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതിൽ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അതും ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ആയിട്ടുണ്ട് കേട്ടോ. അത് ഞാനിനി ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കട്ടെ. പിന്നെ ഇതിലേക്ക് കുറച്ച് ബിരിയാണി മസാല ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കും. നമ്മൾ ദം ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിന്നിങ്ങനെ കുറേശ്ശെ അതിൽ ഇട്ട് കൊടുക്കുമല്ലോ. അപ്പോൾ ബിരിയാണി മസാലയും കൂടെ മിക്സ് ചെയ്തിട്ടാട്ടോ ചേർക്കുക. അപ്പോൾ അതായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വെള്ളം തിളച്ച അരി ഇട്ട് കൊടുക്കുക. വെള്ളം ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അരിയൊക്കെ എടുത്ത് വെച്ചിരുന്നല്ലോ, പിന്നെ വേഗം അരി കഴുകും കൂടെ ചെയ്തിട്ടുണ്ട്. വെള്ളത്തിലൊന്നും ഇട്ട് വെക്കണ്ട കേട്ടോ ഈ അരി ആവുമ്പോൾ. പിന്നെ ബിരിയാണി ഉണ്ടാക്കാൻ പല അരികളുണ്ട് കേട്ടോ. ഞാൻ ചിലപ്പം ജോക്കർ ആ അരി എടുക്കലുണ്ട്. അതേപോലെ ഫസ്റ്റിൽ നമ്മൾ ബിരിയാണി ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ ദുൽഹാൻ എന്നുള്ള ആ ഒരു അരിയായിട്ട് എടുത്തിരുന്നത്. അതൊക്കെ നല്ല അരി തന്നെയാണ്, വെച്ചാൽ നല്ല ഭാര്യ ഉണ്ടാവും എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു നല്ല വാരിയൊക്കെ തോന്നുന്ന അരി തന്നെയാണ് കേട്ടോ അതൊക്കെ. അതേപോലെ പിന്നെ ഞാൻ കൈമ റൈസ് തന്നെ യൂസ് ചെയ്ത് തുടങ്ങി. പിന്നെ കൈമ റൈസ് ഇപ്പം നമുക്ക് മുതലാവില്ല, കൈമ റൈസിന് നല്ല റേറ്റാണ്. അപ്പം ഇപ്പം ഇന്ത്യ ഗേറ്റിൻ്റെ ഈ റൈസ് ഇട്ട് കൊടുക്കൽ ഇതിനിപ്പോൾ 85 രൂപക്ക് നമുക്ക് കിട്ടും 1 കിലോക്ക്. 90 രൂപയാണ്. നമ്മളിങ്ങനെ എപ്പോഴും വാങ്ങിക്കണോണ്ട് കാറ്ററിംഗ് ഒക്കെ ഉണ്ടായതുകൊണ്ട് ഒരു 5 രൂപ കുറച്ച് കിട്ടും. ചെറിയ അരി കേട്ടോ, ചെറിയ അരി ആകുമ്പോഴാണ് ബിരിയാണി കാണാനും രസമുണ്ടാവും. പിന്നെ എന്താ പറയുക, വേഗം ഊറ്റണം. ഒരു തിളങ്ങട്ട് ഏറി കഴിഞ്ഞാൽ പോയി കാര്യം. അപ്പോൾ ഞാനിത് അവിടെ
എന്താ മസാലയൊക്കെ ചെമ്പിലൊക്കെ സെറ്റാക്കിയാണല്ലോ. പിന്നെ അതിൻ്റെ മേലെ ഒരു ചെറിയ വാഴൻ്റെലിൻ്റെ കഷ്ണം വെച്ച് കൊടുത്തോണ്ട് കേട്ടോ. മസാല ഇതും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ വേഗം അരി ഒരു ഹാഫ് വേവായപ്പോൾ തന്നെ വേഗം ഊറ്റിയിട്ടുണ്ട്, ഇല്ലെങ്കിൽ വേഗം വെന്ത് കലങ്ങും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അരി ഇങ്ങനെ ഊറ്റുമ്പോൾ ഉള്ള പ്രശ്നം അതാണ്, എളുപ്പം ഊറ്റണം. പിന്നെ മക്കളും ഉണ്ട് വീട്ടിൽ, അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. ഓരും എന്താ ഊറ്റാനൊക്കെ കൂടി തരുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എന്താ കുറച്ച് ചോറ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ സവാളയൊക്കെ ഫ്രൈ ചെയ്തതൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ അത് പൊരിച്ചെടുത്ത നെയ്യ് ഉണ്ടല്ലോ അതും അതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ചോറും അതേപോലെ വേഗം ഇട്ട് കൊടുക്കണം കേട്ടോ. വേഗം ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേഗം വേറും. പിന്നെ അരി വേവിക്കുമ്പോൾ ആ വെള്ളത്തേക്ക് കുറച്ച് നാരങ്ങനീര് ചേർത്താലും മതി, എന്നാലും അങ്ങനെയായിട്ട് വെന്ത് കുഴഞ്ഞൊന്നും പോവില്ല. ഞാൻ നാരങ്ങനീര് ചേർക്കാൻ മറന്നും ചെയ്തിന് കേട്ടോ. പിന്നെ വേഗം അരി ഊറ്റിയിട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ 1/2 kg നെയ്യ് ഇടയ്ക്കൊക്കെ ഇങ്ങനെ കുറേശ്ശെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ ഒന്നിങ്ങനെ കുടഞ്ഞു കൊടുക്കുന്നത് നല്ലതാട്ടോ. നല്ല എന്താ പറയുക, നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും ബിരിയാണിക്ക്. അല്ലെങ്കിൽ ബിരിയാണീൻ്റെ എസൻസ് ഒക്കെ ചേർക്കണവർക്ക് അങ്ങനെയും ചേർക്കാം. നമ്മൾ പിന്നെ വീട്ടിലത്തെ ബിരിയാണി അല്ലേ, അപ്പോൾ അങ്ങനെ എസൻസ് ഒന്നും ചേർക്കലില്ല കേട്ടോ. 1/2 kg നെയ്യ് പിന്നെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുക്കും. ഈ നെയ്യ് ചേർക്കുമ്പോൾ തന്നെ ഈ എന്താ പറയുക, ചോറിന് നല്ലൊരു മയവും എന്താ പറയുക നല്ലൊരു സോഫ്റ്റ്നെസ്സൊക്കെ കിട്ടും. ചില അരിയിൽ നമ്മൾ നെയ്യൊന്നും ഒഴിച്ചാലാണ് കാണൂല, എന്താ ഒരു ബലം പിടിച്ചുകൊണ്ടേക്കാരം, അങ്ങനെ ഒരു മയം കിട്ടൂല. അപ്പോൾ അരി നോക്കിയിട്ട് വാങ്ങിക്കണം കേട്ടോ, എന്നാലേ ബിരിയാണി നന്നാവുള്ളൂ. അപ്പം നമ്മൾ വാങ്ങിക്കുന്ന അരി നല്ല അരിയാണ്, ഇന്ത്യ ഗേറ്റിൻ്റെ അരി. അപ്പോൾ നെയ്യ് ആദ്യത്തെ ബോട്ടിലത്തെ കഴിഞ്ഞാണ് കേട്ടോ. അതിൽ കുറച്ചുള്ള ഇനി അതിനാണ് ഞാൻ എടുത്താണ്ട് ഇതുവരെ ഒഴിച്ചു കൊടുത്തത് ഇതിക്ക്. അപ്പോൾ പിന്നെ വേറൊരു ബോട്ടിലൊക്കെ പൊട്ടിച്ചു. ഇതൊക്കെ നെയ്യൊക്കെ അങ്ങനെ 1 ലിറ്ററിൻ്റെ ഒക്കെ വാങ്ങിക്കണം നമുക്ക് ലാഭം കേട്ടോ. ചെറിയ ബോട്ടിൽ ഇങ്ങനെ വാങ്ങിച്ചാൽ നമുക്ക് നഷ്ടമാണ്. ഞാൻ അങ്ങനെ വലിയ ബോട്ടിലാട്ടോ വാങ്ങിക്കൽ. 1 ലിറ്ററിൻ്റെയോ അല്ലെങ്കിൽ അതില്ലെങ്കിൽ 6 ലിറ്ററിൻ്റെയോ അങ്ങനെ വാങ്ങിക്കും. എന്നാൽ പിന്നെ പെട്ടെന്നൊരു ഓർഡറൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരുവിധ സാധനങ്ങളൊക്കെ നമ്മളെ കയ്യിലുണ്ടാവും. ചിലപ്പോൾ അരി ഉണ്ടാവും, എന്താ ചിക്കനോ ബീഫോ ഒക്കെ ആണെങ്കിൽ ചിക്കനും ബീഫും കിട്ടിയാൽ മതിയാവും. അതേപോലെ ചപ്പ് പുതിന അങ്ങനെയുള്ളതൊക്കെ വാങ്ങിച്ചാൽ മതി ചെറിയ ഓർഡറൊക്കെ കിട്ടുമ്പോൾ കേട്ടോ. ചില ആൾക്കാർ വിളിച്ച് പറയും, ഇപ്പം ഒരു 10 മണിക്കൊക്കെ 10:30ക്കൊക്കെ വിളിച്ചാണ്ട് ചിലപ്പോൾ പറയും 12:30 ആകുമ്പോഴത്തേന് എന്താ ബിരിയാണി ഉണ്ടാക്കി തരുമോ അല്ലെങ്കിൽ മന്തി ഉണ്ടാക്കി തരുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനത്തെ ഒന്നും ഞാൻ ഏൽക്കലില്ല കേട്ടോ. കാരണം നമുക്ക് നമ്മളെ വീട്ടു ജോലി ഉണ്ട്, അതേപോലെ വേറെ പുറത്തത്തെ വർക്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ അതിനൊന്ന് എന്താ പറയുക ഒക്കെ ഒന്ന് ഒരുക്കി വെക്കാനൊന്നും ടൈമൊന്നും കിട്ടൂല. അപ്പോൾ കറക്റ്റ് സമയത്തിനാവുമെന്ന് ഉള്ളൊരു പേടിയേക്കാരം. അപ്പോൾ ഞാൻ ഏൽക്കലില്ല. തലേന്ന് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല. എന്നാൽ പിന്നെ നമുക്ക് രാവിലെ പോയിട്ട് ചിക്കനാണെങ്കിലും ബീഫാണെങ്കിലൊക്കെ രാവിലെ പോയിട്ട് വാങ്ങി ഒക്കെ റെഡിയാക്കി വെക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ ബിരിയാണിയൊക്കെ ദമ്മിലായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മൈദയൊക്കെ വെച്ചാണ്ട് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മൈദ വെച്ച് ഒട്ടിക്കണം എന്നില്ല, അലുമിനിയം ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചാണ്ട് അടച്ചിട്ട് അടപ്പ് വെച്ച് കൊടുത്താലും മതി. പിന്നെ കുറച്ച് കനലൊക്കെ മേലെ ഇട്ട് കൊടുത്തു, അടിയിലും ഒന്ന് കത്തിച്ച് കൊടുത്തു, 2 ചിരട്ടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ കത്തിച്ച് കൊടുത്തു. അപ്പം ദമ്മൊക്കെ നല്ലോണം കയറട്ടെ. പിന്നെ വന്നിട്ട് തൈര് സാലഡൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മക്കൾ കട്ട് ചെയ്ത് തന്നിട്ടുണ്ടേനി, അപ്പോൾ ഒന്ന് കൂട്ടാനുള്ളതിന് അങ്ങനെ അതൊക്കെ കൂട്ടി അതൊക്കെ റെഡിയാക്കി. പിന്നെ അച്ചാർ ഇന്ന് മിക്സ്ഡ് അച്ചാറാട്ടോ കൊടുക്കുന്നത്. ഇത് വെജിറ്റബിൾസ് ഒക്കെ കൂടെ ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ടുള്ളൊരു അച്ചാറാണ്. അപ്പോൾ ബിരിയാണീൻ്റെ ഒപ്പം മധുരമുള്ള അച്ചാറാണ് ഞാൻ ചിലപ്പോൾ കൊടുക്കൽ. ഈത്തപ്പഴ അച്ചാറൊക്കെ ഉണ്ടാവലുണ്ട്. അപ്പോൾ ഇന്ന് പിന്നെ സ്റ്റോക്ക് റൂമിലേക്കൊക്കെ പോയി അവിടെ നിന്നൊക്കെ എടുത്തുകൊണ്ടിരുന്നത്, അപ്പോൾ നേരം വൈകും. അപ്പോൾ പിന്നെ ഉള്ള അച്ചാറൊക്കെ ഹോം മെയ്ഡ് അച്ചാറാണ് കേട്ടോ, നല്ല അച്ചാറാണ്. അപ്പോൾ അതൊക്കെ പാത്രത്തിലൊക്കെ ആക്കി റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ചെമ്പൊക്കെ പൊട്ടിച്ച് ബിരിയാണി നമുക്ക് എന്താ റൈസ് വേറെയും അതേപോലെ മസാല വേറെ ആയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ നമ്മളോട് തന്നെ വിളമ്പി കൊടുക്കാനും പറഞ്ഞിട്ടുണ്ടേനും. പഞ്ചായത്തൊക്കെ ആകുമ്പോൾ അങ്ങനെയാണ്, വീട്ടിലൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ ചെമ്പോട് കൂടിയിട്ട് തന്നെ അങ്ങനെയാണ് കൊടുക്കുക. അത് അവിടെ നിന്ന് ഇപ്പോൾ ഇത് ഇങ്ങനെ പൊട്ടിച്ച് വേറെ പാത്രത്തിലൊക്കെ ആക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ പൊട്ടിച്ചിട്ട് ചെമ്പിലാക്കിയിട്ടാണ് കേട്ടോ അത് ഞാൻ കൊടുക്കുന്നത്. ഞാൻ അത് കൊണ്ടുപോകണുണ്ട്. നിങ്ങൾ വന്ന് വിളമ്പി കൊടുത്തോണ്ടെന്ന് പറഞ്ഞു ഇനി ആദ്യം. അപ്പോൾ പിന്നെ ഞാനും ചിഞ്ചും പിന്നെ അതേപോലെ എൻ്റെ നാത്തൂൻ്റെ മോനും കൂടിയിട്ടാണ് കേട്ടോ പോകാൻ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ടൈം ആയിട്ടുണ്ട്, 12:30 ആകുമ്പോഴത്തേന് എത്തിക്കാനാണ് പറഞ്ഞത്. ഇപ്പോൾ 12:10 ആയിട്ടുണ്ട് സമയം. അപ്പോൾ ഞാൻ ബിരിയാണി ദമ്മൊക്കെ പൊട്ടിച്ചിട്ടോ നല്ലോണം ഇതാ കണ്ടോ. ഇത് പൊട്ടിച്ചപ്പോൾ കണ്ടില്ല ഞങ്ങൾ ആവി പറക്കണം, നല്ല ആവി പറക്കണം, അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ ബിരിയാണി കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്താ ചിക്കൻ കുറച്ച് ഉടഞ്ഞിട്ടുണ്ടേനും, ചെറിയ പീസൊക്കെ കേട്ടോ. ചില പീസൊക്കെ ഇങ്ങനെ എല്ല് എന്താ വേറിട്ടാണ്ട് അങ്ങനെ ഉണ്ടേനും. പക്ഷെ അങ്ങനെ ആയാലും ഇത് കൂട്ടിക്കുഴച്ച് കഴിക്കുമ്പോഴേ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഒറ്റ പീസായിട്ട് ചിലപ്പോൾ അങ്ങനെ കിട്ടൂല എന്നുള്ളൂ. എന്താ ഒന്ന് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ പിന്നെ ആ കുഴപ്പം വരില്ല. അന്ന് ഞാൻ ഫ്രൈ ചെയ്യാനൊന്നും നിന്നിട്ടില്ല കേട്ടോ. ഒക്കെ ഫ്രൈ ചെയ്ത് വരുമ്പോഴത്തേന് നമ്മൾ
വിചാരിക്കണ സമയത്ത് ചിലപ്പോൾ ഇത് കൊടുക്കാൻ ആവില്ല. അത് വിചാരിച്ചിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്യാനൊന്നും നിൽക്കാഞ്ഞത്. പിന്നെ അറിയാലോ ഇപ്പം നല്ല തിരക്കാണ്. ഇപ്പം വീട്ടിലും തന്നെ എന്താ എല്ലാവരും ഉണ്ട്. അതേപോലെ നമുക്കുള്ള ഫുഡും ഇതിൻ്റെ അടിയിൽ കൂടെ ഉണ്ടാക്കണം, അങ്ങനെയൊക്കെയല്ലേ. അപ്പോൾ പിന്നെ വല്ലാതെ നമുക്ക് അങ്ങോട്ട് ശ്രദ്ധ കൊടുക്കാൻ പറ്റില്ല. പിന്നെ എനിക്ക് തോന്നിട്ടോ ചിക്കനൊക്കെ അങ്ങനെ ഉടഞ്ഞപ്പോഴേ ഞാൻ തന്നെ ഇത് മിക്സ് ചെയ്തപ്പം നല്ലോണം ഉടഞ്ഞിട്ടില്ല, ചെറുതായിട്ട്. അപ്പോൾ എനിക്ക് തോന്നിയത് ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കിയാൽ മതിയെന്ന് തോന്നി. പിന്നെ എന്നാലും ഫുഡ് കൊടുത്തോല് കുറ്റമൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിന്, നല്ല ടേസ്റ്റ് ഉണ്ടായിനി എന്നൊക്കെ പറഞ്ഞ്. അല്ലെങ്കിലും ഇങ്ങനെ പച്ചക്ക് ദമ്മിടുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞ പോലെ എല്ലുമെന്നൊക്കെ ഇങ്ങനെ വേറിട്ട് കിടക്കും ഇറച്ചി, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ദമ്മൊക്കെ പൊട്ടിച്ചതാ ഞാൻ ചെമ്പുക്കൊക്കെ മാറ്റി റൈസൊക്കെ മാറ്റി നല്ലോണം മിക്സ് ചെയ്തൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് കണ്ടോ, അടിയിലൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ, നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് പാത്രത്തിലാക്കണം. റൈസ് പിന്നെ ഞാനിപ്പോൾ ഒരു ചെമ്പിലാക്കിയല്ലോ, ആ ഒരു ചെമ്പിൽ തന്നെ അങ്ങനെ കൊണ്ടുപോകരുതി. പിന്നെ ചിക്കൻ മസാല ഞാൻ വേറൊരു കാര്യമൊന്നും ഇല്ലാത്തൊരു പാത്രത്തേക്ക് ആക്കിട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. കാറ്ററിംഗ് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ട് നമ്മളെ കൂട്ടത്തിൽ. അപ്പോൾ അവർക്കൊക്കെ കാണാമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടതാണ് കേട്ടോ. എപ്പോഴും കാറ്ററിംഗ് വീഡിയോ ആയാലും ഒരു രസം ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഞങ്ങൾ എപ്പോഴും ഞാൻ പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.